ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് നമുക്ക് ചക്ക കിട്ടി കേട്ടോ. അപ്പോൾ ഇന്ന് ചക്ക ഉടച്ച് വെക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചക്ക ഇതുപോലെ അരിഞ്ഞെടുക്കണം. അപ്പോൾ ചക്ക അരിഞ്ഞു. ഇനി ഇത് നമുക്കൊന്ന് കഴുകണം. ഒറ്റ വെള്ളത്തിൽ കഴുകിയാൽ മതി, വേറെ മണ്ണും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ലല്ലോ. അപ്പം അതൊന്ന് കഴുകിയതിന് ശേഷം കാണാം. അപ്പോൾ ഇത് കഴുകിയിട്ടുണ്ട്. ചക്ക വയ്ക്കുന്ന കലത്തിനകത്താക്കി വെച്ചു. പിന്നെ കുറച്ച് ചക്കക്കുരുവും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. അപ്പോൾ അരപ്പ് റെഡിയാക്കാൻ വേണ്ടി എന്തൊക്കെ വേണമെന്ന് നോക്കാം. തേങ്ങ വേണം, ആവശ്യത്തിനനുസരിച്ച് തേങ്ങ, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അടുത്തത് ജീരകം വേണം. നല്ല ജീരകമുണ്ടല്ലോ, അതൊരു 1/2 ടീസ്പൂൺ ജീരകം ചേർക്കണം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. അപ്പോൾ ഇത് ചേർക്കുന്നതെന്ന് വെച്ചാൽ ഗ്യാസിൻ്റെ ഇഷ്യൂസുകളൊന്നും ഉണ്ടാവാതിരിക്കാനാണ്. ചിലർക്ക് ചക്ക കഴിക്കുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ അതുകൊണ്ടാണ്. അടുത്ത പച്ചമുളക് 2 എണ്ണം വേണം. എരി ആവശ്യത്തിനനുസരിച്ചിട്ട് 3 എണ്ണമൊക്കെ ചേർക്കാം. അപ്പോൾ ഞാൻ 2 എണ്ണേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചേർക്കണം. വെളുത്തുള്ളിയാണ് ആ ചക്കയ്ക്ക് നല്ല ടേസ്റ്റ് വരുന്നത്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് അരച്ചെടുത്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു പരുവം. ചക്ക അപ്പോൾ കുറച്ചും കൂടെ വേവാനുണ്ട്. ആ ചക്കക്കുരു ഒക്കെ ഒന്നും കൂടെ ഒന്ന് വെന്തുടയാനുണ്ട്. അതിന് ശേഷം നമുക്ക് കാണാം. അപ്പോൾ ഇതൊന്ന് വെന്ത് ഉടഞ്ഞ് നല്ലൊരു പരുവായിട്ടുണ്ട്. ഇനി നമുക്കിത് അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ആ ഒരു തീയിൽ തന്നെ, ചെറിയ തീയിൽ തന്നെ ഇടണം കേട്ടോ. ആ ഒരു അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. മൂട്ടി പിടിക്കാതെ ശ്രദ്ധിക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ചേർക്കണം. ഞാനപ്പോൾ അത് ചക്ക വെച്ച സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പ് കറക്റ്റ് ആണോ എന്ന്. അല്ലെങ്കിൽ ഒന്നും കൂടെ കുറച്ചും കൂടെ ചേർക്കണം. അപ്പോൾ നമ്മുടെ ചക്ക റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ, സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ഷെയർ ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.